തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നടന്ന 10-11 ദിവസത്തെ രാഷ്ട്രീയ പ്രക്രിയ കോൺഗ്രസിൻ്റെ സംഘടനാപരമായും അല്ലാതെയുമുള്ള രാഷ്ട്രീയ പ്രക്രിയയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ അതിന് മന്ത്രിമാരെ കണ്ടെത്തുക എന്നുള്ളത് കുറേ കൂടി എളുപ്പമാണ്, കുറേ കൂടി ലളിതമായ ഒരു നടപടിക്രമങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വിചാരിക്കേണ്ടി വരും. രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, കോൺഗ്രസ് താങ്കൾ സൂചിപ്പിച്ച പോലെ നേരത്തെ കോൺഗ്രസിലെ മുന്നണി സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് കോൺഗ്രസ്സിന് ഒരുപാട് പരിഗണനകളുണ്ട്. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മൾ CPM പോലെയല്ല കോൺഗ്രസ് BJP പോലെയുമല്ല. അത് പാർട്ടികൾ 3 വ്യത്യസ്ത രാഷ്ട്രീയ ഘടനയിൽ, സംഘടനാപരമായി 3 ഘടനയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ സീമകൾ, ഒരുപക്ഷെ അതിന് നമ്മൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണോ അത് ആർഭാടമാണോ എന്നതൊക്കെ മറ്റ് തർക്കങ്ങളാണ്. അതേസമയം അതിൻ്റെ സത്തയിൽ, അതിൻ്റെ അന്തസത്തയിൽ മനസ്സിലാക്കാൻ ഒരിക്കലും ഒരു CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അതിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് മനസ്സിലാവില്ല. അത് ആ പാർട്ടിയുടെ പരിമിതിയല്ല, ആ പാർട്ടിയുടെ ഒരു ഘടന അതിന് നൽകുന്ന അതിൻ്റെ ഒരു ഘടനാപരമായ പരിമിതിയാണ്, അതിലെ വ്യക്തികളുടെ പരിമിതിയല്ല. തീർച്ചയായും മറിച്ചും അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന അതിൻ്റെ സംഘടനാ രീതി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല. കോൺഗ്രസ് പോലെ വിശാല ജനാധിപത്യമുള്ള ഒരാൾ അതിനെ പിന്നെന്താ പറയുക, ഇരുട്ടുമുറി അല്ലെങ്കിൽ ഇരുമ്പ് മറ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇരുമ്പ് മറകൾ ഭേദിച്ച് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇത് സംഘടനാപരമായ, അതിൻ്റെ ഘടനാപരമായ പ്രശ്നമാണ്, അത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമല്ല. ജനാധിപത്യം എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ പിന്നെന്താ പറയുക, കൃത്യമായി സംഘടനകൾ ഒരു നിശ്ചിത ജനാധിപത്യ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഭരണഘടനാപരമായ വിധികളൊന്നും ഇവിടെ ഇല്ല. അംബേദ്കർ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, കോൺഗ്രസ് അതിൻ്റെ ഘടനാപരമായ രീതിയിൽ സംഘടന എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അതിന് ഒരുപാട് പിന്നെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. നമുക്കതിനകത്ത് എന്താ പറയുക, പ്രാദേശികമായ സമവാക്യങ്ങൾ പരിശോധിക്കേണ്ടി വരും, സാമുദായികമായ സമവാക്യങ്ങൾ പരിശോധിക്കേണ്ടി വരും, പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിക്കേണ്ടി വരും, ജാതിപരമായ സമവാക്യങ്ങൾ, ലിംഗപരമായ സമവാക്യം, ഇങ്ങനെ നിരവധി സംഘടനാപരമായ സമവാക്യങ്ങൾ അതിനകത്തുണ്ട്. അത് എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണനകൾ മുഴുവൻ മാനിച്ചുകൊണ്ട് മാത്രമേ അത് വന്നിട്ടുള്ളൂ. നമുക്ക് അതിനേക്കാൾ പ്രധാനമായ ഒരു ഘടകം ഈ തവണ കോൺഗ്രസിനുള്ള പരിമിതി, അതിന് 63 MLA-മാരുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ 2011 38 MLA-മാരിൽ നിന്ന് 11-12 പേരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ 63-ൽ നിന്ന് വേണം ഇത്രയും അംഗങ്ങളെ, അത് മന്ത്രിമാരെ കണ്ടെത്താൻ. അതിൽ മന്ത്രിമാരിൽ യോഗ്യരായ ആളുകൾ നിരവധിയുണ്ട്. അതിന് എന്താ പറയുക, പ്രഗത്ഭമതികളായ അനുഭവസമ്പന്നരായ നിരവധി അംഗങ്ങൾ അതിലുണ്ട്. ഏറ്റവും പുതിയ യുവരക്തം എന്ന് പറയാവുന്ന പുതിയ അംഗങ്ങൾ അതിലുണ്ട്. ഇവരിൽ നിന്ന് വേണം 11 പേരെ കണ്ടെത്താൻ. അതൊരു അസാധ്യമായ എന്ന് വെച്ചാൽ കുറേ കൂടി സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ ഏറ്റവും ഉചിതമായ രീതിയിൽ നടത്തുമെന്ന പ്രഖ്യാപനം ഇവിടെ മുഖ്യമന്ത്രി നടത്തിക്കഴിഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞത്, സാധാരണഗതിയിൽ ഈ 23-ാം തീയതി വരെ സമയമുണ്ട്, അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അതിന് ഘടകകക്ഷി നേതാക്കളുടെ മാത്രം നേതൃത്വത്തിലുള്ള സത്യപ്രതിജ്ഞ നടത്തിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല.